ശശി തരൂർ എം പി കോൺഗ്രസിന് പുറത്തേക്ക്, ശശി തരൂർ BJP-യിലേക്ക്. ഈ തരത്തിൽ ഇടയ്ക്കിടെ വാർത്ത വന്ന് നമുക്ക് പരിചയമായി കഴിഞ്ഞു. ഇന്നലെ പറയുന്ന വാർത്ത അല്പം വ്യത്യസ്തമായിരുന്നു. തരൂർ ഇടത്തേക്ക് ചായുന്നു. ഇന്നലെ രാവിലെ മുതൽ കാട്ടുതീ പോലെയാണ് ഈ വാർത്ത പടർന്നത്. വിദേശത്ത് വച്ച് ഇടതുപക്ഷത്തോട് അടുപ്പമുള്ള വ്യവസായിയുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നു എന്നൊക്കെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാൻ ശശി തരൂർ ദുബായിലേക്ക് പോയതോടെ അഭ്യൂഹം ആഞ്ഞടിച്ചു. ഇന്നിതാ ശശി തരൂരും MV ഗോവിന്ദനും ഇതപ്പാടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. പാർട്ടിയുമായി അകന്നു നിൽക്കുന്ന തരൂർ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെടുക്കുകയാണ്. അതിനു മുൻപ് തരൂർ അനുകൂലികൾ ഇറക്കിയ ഒരു നമ്പർ മാത്രമാണോ ഈ വാർത്ത എന്നതാണ് ഇപ്പോൾ ഉയരുന്ന സംശയം. BJP-യിലേക്ക് പോയാൽ കറിവേപ്പില പോലെ ഉപേക്ഷിക്കപ്പെടുമെന്നിരിക്കെ CPIM-ലേക്ക് എന്ന ചർച്ചകളിലൂടെ കളം പിടിക്കാനായിരുന്നോ ശശി തരൂരിൻ്റെ നീക്കം? അതോ വാലും തലയില്ലാത്ത വെറും ഊഹാപോഹമാണോ ഇത്? കാണാം RDX. CPIM-ലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹം വാർത്തകളിലൂടെയാണ് അറിഞ്ഞതെന്നാണ് ശശി തരൂരിന്റെ വാദം. അത്തരം വിവാദങ്ങളിൽ വിദേശ രാജ്യത്ത് നിന്ന് പ്രതികരിക്കുന്നത് ശരിയല്ലെന്നും മറുപടി പറയുന്നില്ലെന്നും അദ്ദേഹം ദുബായിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പാർട്ടി മാറ്റവുമായി ബന്ധപ്പെട്ട് രാവിലെ ചർച്ച നടത്തിയെന്ന് മാധ്യമങ്ങൾ പറയുന്ന സമയത്ത് താൻ വിമാനത്തിലായിരുന്നുവെന്നും ശശി തരൂർ പറഞ്ഞു. സാഹിത്യോത്സവ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ശശി തരൂർ ഇന്നലെ ദുബായിലെത്തിയത്. മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള UAE-യിലെ വ്യവസായികൾ ചർച്ച നടത്തിയെന്നാണ് പുറത്തുവന്ന വാർത്തകൾ. കോൺഗ്രസുമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂരിനെ കൂടെ നിർത്താൻ CPIM ശ്രമിക്കുന്നുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നാളെ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് വിവാദ വാർത്ത ഉയർന്നു വന്നതെന്നും സംശയത്തിനിടയാക്കിയിട്ടുണ്ട്. തരൂർ വിഷയത്തിലെ ചോദ്യത്തിന് പ്രസക്തിയേ ഇല്ലെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാട്. അതേസമയം കോൺഗ്രസ് നയം ഉപേക്ഷിച്ചാൽ തരൂരിനെ LDF-ലേക്ക് സ്വാഗതം ചെയ്യുമെന്ന് കൺവീനർ TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. RDX ന്യൂസ് മലയാളം. ശശി തരൂർ CPIM-മായി അടുക്കുന്നെന്ന പ്രചാരണം തള്ളി കോൺഗ്രസ്. വാർത്ത തരൂർ തന്നെ നിഷേധിച്ചതാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. അദ്ദേഹം തന്നെ നിഷേധിച്ചിട്ടുണ്ട്. ഇന്നത്തെ വാർത്തകളിൽ ഞാൻ മനസ്സിലാക്കി അദ്ദേഹം എന്തായാലും ഇന്നലെ റിപ്പോർട്ട് ചെയ്ത വാർത്ത അദ്ദേഹം ഒരു വെട്ടിലുമില്ല. അദ്ദേഹത്തെ പോലെ അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന നേതാവ് മുങ്ങുന്ന കപ്പലിൽ കയറുമോ എന്നാണ് K മുരളീധരൻ ചോദിച്ചത്. അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും K മുരളീധരൻ പറഞ്ഞു. ക്യാപ്റ്റൻ അടക്കം മുങ്ങാൻ പോകുന്നൊരു കപ്പലാണ്. ആ കപ്പലിൻ്റെ അകത്ത് ശശി തരൂരിനെ പോലെ അന്താരാഷ്ട്ര രംഗത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തി കയറുമെന്ന് പറഞ്ഞാൽ അത് ഏപ്രിൽ 1-ാം തീയതി മാത്രമേ പറയാനേ പറ്റൂ. തരൂർ വിഷയത്തിലെ ചോദ്യത്തിന് പ്രസക്തിയേ ഇല്ലെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പിക മറുപടി ഇല്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൻ്റെ വളരെ പ്രമുഖനായൊരു നേതാവായിട്ട് തുടരുകയും അദ്ദേഹം ഇപ്പോൾ BJP മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ നിരന്തരമായി വാഴ്ത്തുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക സിസ്റ്റമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹം CPM-വുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണ് എന്നുള്ള പ്രചാരവേലൊക്കെ നടക്കുന്നതിൽ കാര്യമായ എന്തെങ്കിലും ഒന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, സാങ്കല്പികമായ ചോദ്യം ചോദിക്കുക, എന്നിട്ട് സാങ്കല്പികമായ ഉത്തരം പറയുക. ശശി തരൂരിനെ LDF-ലേക്ക് സ്വാഗതം ചെയ്ത് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ഇടതുപക്ഷ നിലപാട് സ്വീകരിച്ചാൽ ശശി തരൂരിനെ LDF സ്വീകരിക്കും. LDF-ന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നുവെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. പാർട്ടികളോ ഗ്രൂപ്പുകളോ വ്യക്തികളോ വരാൻ തയ്യാറാണെങ്കിൽ അവരെ സ്വീകരിക്കാൻ തയ്യാറാണെന്നുള്ളത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. തരൂരുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അദ്ദേഹം ഈ നിലപാട് മാറ്റിയാൽ, ഈ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് അതിന് സഹായകരമായ നിലപാടാണ് സ്വീകരിക്കുമെങ്കിൽ അദ്ദേഹമായിട്ട് ചർച്ച ചെയ്യുന്നതിനൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു മടിയില്ല. ഈ വാർത്തയുടെ വിശകലനവുമായി അർജുൻ രാജ് ആണ് ചേരുന്നത്. അർജുൻ, ഇതിപ്പോൾ തരൂർ BJP-യിലേക്ക് പോകുന്നു എന്നതായിരുന്നു ചർച്ച. അതിനുശേഷം ഇപ്പോൾ CPIM-ലേക്ക് വരുന്നു എന്നും CPIM അല്ല ഏതാനും ചില നേതാക്കളുമായി മറ്റൊരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ആ പാർട്ടി LDF-നൊപ്പം ചേരുന്നു എന്നും ഒക്കെയുള്ള വാർത്തകളാണ് വന്നത്. നമുക്കെല്ലാം അറിയാവുന്ന, എന്നാൽ ഇപ്പോൾ തൽക്കാലം ഈ ഊഹാപോഹങ്ങൾ മാത്രമുള്ളത് കൊണ്ട് വെളിപ്പെടുത്താനാവാത്ത ആ പേരുകാരനായ വ്യവസായി, അദ്ദേഹം മുമ്പ് വിവാദത്തിലൊക്കെ പെട്ടിട്ടുള്ള ഒരു വ്യവസായിയാണ്. അദ്ദേഹം
ആണ് ഈ ചർച്ച നടത്തിയത് എന്നൊക്കെയാണ് വാർത്ത വരുന്നത്. അങ്ങനെ LDFിലേക്ക് വരാൻ ഏതെങ്കിലും ഒരു വ്യവസായി ചർച്ച നടത്തേണ്ട സാഹചര്യം ഉണ്ടോ എന്നതൊരു ചോദ്യം. അതല്ല, തരൂർ തന്നെ ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിരുമോ എന്നത് മറ്റൊരു ചോദ്യം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഹർഷൻ, സ്ഥിരമായി ശശി തരൂരുമായി ബന്ധപ്പെട്ട് BJPയിലേക്ക് പോകും, ഉടനെ പോകും, ഇപ്പോൾ പോകുമെന്ന തരത്തിൽ സ്ഥിരമായി വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് CPMയിലേക്ക് ശശി തരൂർ പോകുന്നുവെന്നുള്ള വാർത്ത കോൺഗ്രസ് ക്യാമ്പിന് വലിയ രീതിയിലും ഇടതുപക്ഷത്തെ കുറച്ച് ഒക്കെ ഞെട്ടിക്കുകയും ചെയ്ത വാർത്ത വന്നിട്ടുള്ളത്. പക്ഷേ CPM അതിനെ പൂർണ്ണമായും നിഷേധിക്കുകയാണ്. സാങ്കല്പികമായി മാത്രമുള്ള കാര്യമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ വിശേഷിപ്പിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ആ വാർത്ത വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നിൽ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടോ, പ്രത്യേകിച്ച് ശശി തരൂർ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് എന്ന് സംശയിക്കത്തക്ക വിധത്തിലാണ് ആ വാർത്ത വന്നതെന്ന് കാണേണ്ടി വരും. അതിന്റെ അടിസ്ഥാനം കോൺഗ്രസുമായി ശശി തരൂരുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ ഏറെക്കുറെ ഉലഞ്ഞ അവസ്ഥയിലാണ്. വയനാട്ടിലെ ഈ ക്യാമ്പ് കോൺക്ലേവുമായി ബന്ധപ്പെട്ട് അന്ന് ഏതാണ്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചെന്ന് ശശി തരൂർ വ്യക്തമാക്കുകയും പിന്നീട് ഒന്നിച്ചു പോകാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തതാണ്. പക്ഷേ കൊച്ചിയിൽ കണ്ടത് മഹാപഞ്ചായത്തിൽ അവിടെ നിന്ന കോൺഗ്രസിന്റെ പരിപാടിക്കകത്ത് പൂർണ്ണമായും അവഗണിക്കപ്പെടുന്ന ശശി തരൂരിനെയാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി തന്നെ അദ്ദേഹത്തെ അവഗണിക്കുന്നു, അദ്ദേഹത്തിന്റെ പേര് പോലും പരാമർശിക്കാതെ പോകുന്നു എന്നുള്ള വിലയിരുത്തൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിരാശ ശശി തരൂരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ക്യാമ്പിന് ഉണ്ട് എന്ന് പറയേണ്ടി വരും. ആ ഭിന്നത ഇപ്പോൾ കോൺഗ്രസിനെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമിത അല്ലെങ്കിൽ ആത്മവിശ്വാസം കോൺഗ്രസിന് വലുതായിട്ടുണ്ട്. ഒറ്റക്കെട്ടായി പോകുകയാണെന്ന പ്രതീതി ഉണ്ടാക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ശശി തരൂർ ഇങ്ങനെ മാറി നിൽക്കുകയും ഇത്തരത്തിലൊരു ഭിന്നത പുറത്തേക്ക് കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കോൺഗ്രസിന് നന്നായി അറിയാം. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് നാളെ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കുന്നത്. ആ ഘട്ടത്തിൽ ഇതാ ഇങ്ങനെ ഒരു കാര്യം കൂടി നടക്കുന്നുണ്ടെന്ന് കോൺഗ്രസിനെ ബോധ്യപ്പെടുത്താനുള്ള നീക്കമായി ഒരു പക്ഷേ ഇതിനെ കാണേണ്ടി വരും. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് ശശി തരൂരാണ്. നാളെയാണ് അദ്ദേഹം ന്യൂഡൽഹിയിലേക്ക്. ശശി തരൂർ എന്തായാലും വിദേശത്ത് വെച്ച് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ തയ്യാറല്ല. അദ്ദേഹം കേരളത്തിൽ എത്തിക്കഴിഞ്ഞ് വ്യക്തത വരുത്തും എന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും കുഴപ്പക്കാരനായ തരൂർ എന്നത് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം അദ്ദേഹത്തിന് നൽകുന്ന വിശേഷണമാണ്. AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചത് മുതൽ അദ്ദേഹത്തിന് ഒരു റിബൽ പരിവേഷമാണ് കോൺഗ്രസിനകത്ത് തന്നെയുള്ളത്. ഇടയ്ക്കിടെയുള്ള മോദി സ്തുതികളും കോൺഗ്രസിനുള്ളിൽ തരൂരിനോടുള്ള അതൃപ്തി പല മടങ്ങാക്കിയിട്ടുണ്ട്. മോദിയെ പുകഴ്ത്തിയതൊക്കെ ശരിയാണ്, പക്ഷേ ഇക്കണ്ട കാലം അത്രയും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ നഖശിഖാന്തം സൈദ്ധാന്തികമായി തരൂർ എഴുതിയതെല്ലാം പല പുസ്തകങ്ങളിലായി ഇപ്പോഴും വൻതോതിൽ വിറ്റുപോകുന്നുണ്ട്. കോൺഗ്രസ് വിട്ടൊരു കളിക്ക് തരൂർ തയ്യാറാവില്ലെന്ന് ഏറെക്കുറെ ഉറപ്പുമാണ്. വാർത്താ പ്രാധാന്യം നഷ്ടപ്പെടുമ്പോൾ ഇച്ചിരി സ്ക്രീൻ സ്പേസ് കിട്ടാൻ തരൂർ അനുകൂലികൾ കളിച്ച കളിയായി മാത്രമേ തരൂർ CPIMലേക്കോ എന്ന വാർത്തയെ RDX തൽക്കാലം കാണുന്നുള്ളൂ. 28-ന് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് നടത്തുമ്പോൾ പറയാനൊരു കഥ എന്നതിനപ്പുറം ആ വാർത്തയ്ക്ക് എന്തെങ്കിലും രീതിയിൽ വില നൽകേണ്ട കാര്യം ഉണ്ട് എന്ന് തോന്നുന്നില്ല.